ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. 70 മണ്ഡലങ്ങളിൽ ഈ ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുക. BJPക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും JP നദ്ദയും കോൺഗ്രസിന് വേണ്ടി പ്രിയങ്ക ഗാന്ധിയും കൊട്ടിക്കലാശത്തിൽ കളം നിറഞ്ഞുവെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ, കൊട്ടിക്കലാശം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന കലാശക്കൊട്ടിൻ്റെ അത്രയും വന്നോ? താങ്ക് യു എസ്കേൻ. നമ്മുടെ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ വേറൊരു തരത്തിലാണ് ഇവിടുത്തെ ഈ കൊട്ടിക്കലാശവും പ്രചരണവും ഒക്കെ. എന്താണെങ്കിലും ആ അവസാന ലാപ്പിൽ കളം നിറഞ്ഞു തന്നെയാണ് മൂന്ന് പാർട്ടികളും നിന്നിട്ടുണ്ടായിരുന്നത്. മുതിർന്ന നേതാക്കളെ അടക്കം ഇറക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് വോട്ട് ഉറപ്പിക്കുകയാണ് അവസാന ഘട്ടത്തിൽ ചെയ്തത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനായി ഇക്കുറി പ്രിയങ്ക ഗാന്ധിയാണ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ചെറിയ ഗലികളിലേക്കും പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തി വോട്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് റോഡ് ഷോയാണ് കോൺഗ്രസിന്റെ പ്രധാനമായും ഈ അവസാനഘട്ട പ്രചരണ ലാപ്പിലേക്ക് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അമിത്ഷാ BJPക്കായി ഇന്ന് കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. JP നദ്ദയും ഒക്കെ ഇന്ന് വിവിധ മേഖലകളിലായി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ റാലികൾ നടത്തുകയും റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം BJPക്കായി പ്രധാനമന്ത്രി അടക്കം റാലിയിൽ പങ്കെടുത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതാണ്ട് 22ഓളം റാലികളാണ് BJP ഡൽഹിയിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാക്കളെ അടക്കം കൊണ്ടുവന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇങ്ങനെ വലിയ വലിയ നേതാക്കളെ കോൺഗ്രസും ഒപ്പം BJPയും ഒക്കെ കളത്തിലിറക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പോരാളി, അതായത് അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു നേതാവിനെ മാത്രം മുൻപ് നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവർ കൂടുതൽ കൊഴുപ്പിക്കുന്നത്. പക്ഷേ പൊതുവെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ മറ്റു പല വിഷയങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളൊപ്പം തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പ്രചരണ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇക്കുറി അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഈ യമുന നദിയിലെ വിഷാംശം കലർന്ന വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഡൽഹിയിലെ വായു മലിനീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഒരു ഭരണ തുടർച്ച കിട്ടുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. പക്ഷേ അതേസമയം ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ BJPയും കോൺഗ്രസും മറുവശത്തുണ്ട്. എന്താണെങ്കിലും ആ കൊട്ടിക്കലാശം അത് തകൃതിയായി തന്നെ വലിയ ഒരു പ്രചരണം തന്നെയാണ് മൂന്ന് മുന്നണികളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അവസാനിച്ചിരിക്കുന്നു. നാളെ ഇനി നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാൾ ഫെബ്രുവരി 5-ന് ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഇനി ജനങ്ങളുടെ വിധി എന്താണ് എന്നുള്ളത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അത് ഫെബ്രുവരി 8-ന് നമുക്കറിയാം.